നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരെയും ഒരുപോലെ നടുക്കിയ അപകടമാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടം. ഏകദേശം 270ഓളം ആളുകളുടെ ജീവനാണ് അപകടത്തിൽ നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഏറ്റവും പ്രയാസമേറിയൊരു ജോലി എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ കൃത്യമായിട്ട് DNA ടെസ്റ്റിലൂടെ അവരുടേതാണെന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു. കാരണം 241 വിമാനയാത്രക്കാരും അതുപോലെ തന്നെ വിമാനം ഇടിച്ചിറങ്ങിയ ഭാഗത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളും പ്രദേശവാസികളടക്കം ഏകദേശം 270ഓളം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ആ സാഹചര്യത്തിൽ കത്തിക്കരിഞ്ഞ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അത്രയും ആളുകളുടെ മൃതദേഹങ്ങൾ DNA ടെസ്റ്റിലൂടെ തിരിച്ചറിഞ്ഞ് അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ സംസ്കാര ചടങ്ങിനും മറ്റുമായിട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അവർക്കത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും പ്രയാസമേറിയ ഒരു ജോലി എന്ന് പറയുന്നത്. ഏതായാലും പരമാവധി എല്ലാം വേഗത്തിൽ തന്നെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ തന്നെ ഒരു പരാതിയുമായിട്ട് ഒരു കുടുംബം രംഗത്ത് വരികയാണ്. ഇത്തരത്തിൽ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ മാറി നൽകിയതായിട്ടാണ് പരാതി. ഈ വിമാനത്തിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരുണ്ടായിരുന്നു എന്നുള്ളത് ആദ്യമേ വന്ന റിപ്പോർട്ടുകളാണ്. ഇതിൽ 2 പേരുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മൃതദേഹം മാറിയതിനാൽ ഒരു കുടുംബം സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചുവെന്നാണ് വിവരം. ഒരു കുടുംബത്തിന് കൈമാറിയ ശവപ്പെട്ടിക്കുള്ളിൽ വ്യത്യസ്ത മൃതദേഹങ്ങളുടെ ഭാഗങ്ങളാണെന്നും പരാതി ഉയരുന്നുണ്ട്. തങ്ങൾക്ക് ലഭിച്ച മൃതദേഹങ്ങളുടെ DNA പരിശോധന ഫലം കുടുംബാംഗങ്ങളുടെ സാമ്പിളുകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നാണ് റിപ്പോർട്ട്. ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്നത് തങ്ങളുടെ കുടുംബാംഗങ്ങളുടേത് ആരുടേതുമല്ല, അജ്ഞാതരായ മറ്റാരുടെയോ ആണ് എന്നാണ് ബന്ധുക്കൾ പരാതിപ്പെട്ടിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങടക്കം മാറ്റിവെക്കുകയും പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു സംഭവം അപകടത്തിൽ മരിച്ച 1ലധികം പേരുടെ ശരീരാവശിഷ്ടങ്ങൾ ഒന്നിച്ചു കൂട്ടിച്ചേർത്താണ് ഒരേ ശവപ്പെട്ടിയിൽ വെച്ചിരുന്നത് എന്നാണ്. കഴിഞ്ഞ ആഴ്ച സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇവ നീക്കം ചെയ്യേണ്ടി വന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നർ വെസ്റ്റ് ലണ്ടൻ കൊറോണറായ ഡോക്ടർ ഫിയോണ വിൽകോക്സ് കുടുംബാംഗങ്ങൾ നൽകിയ സാമ്പിളുകളുമായി DNA താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഇക്കാര്യങ്ങൾ പുറത്തു വന്നത്. ബ്രിട്ടനിലും ഇന്ത്യയിലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ബ്രിട്ടൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇക്കാര്യത്തിലുള്ള ആശങ്കകൾ അറിയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുവരെ ഇത്തരത്തിൽ 2 സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സമാനമായ മറ്റ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കാൻ ബ്രിട്ടന്റെ തീരുമാനമുണ്ട്. അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിലാണ്. വിമാനാപകടത്തിൽ മരിച്ചവരിൽ 52 പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു. ഇവരിൽ ചിലർ ഇന്ത്യൻ വംശജർ ആയതുകൊണ്ട് നാട്ടിൽ തന്നെ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയായിരുന്നു. ഇവരിൽ 12 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നത്. മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള പ്രമുഖ അഭിഭാഷകനായ ജെയിംസ് സീലി പ്രാറ്റാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മരിച്ചവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മാറിപ്പോയതിൽ പല കുടുംബങ്ങളും അതീവ ദുഃഖിതരാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തങ്ങൾക്ക് ലഭിച്ച ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ആരുടേതാണെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. അപകടം നടന്ന 3 ദിവസത്തിനുള്ളിൽ മിക്കവാറും എല്ലാ ഇരകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അവയെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു. അതിൽ എങ്ങനെയാണ് ഇത്രയും ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ വേർതിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും വലിയ പ്രയാസമേറിയ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഏറെ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നിന്നാണ് പരമാവധി വളരെ വേഗത്തിൽ ഒരു സംഘം ആളുകൾ പ്രവർത്തിച്ച് അവരുടെ അവസാനത്തെ ആഗ്രഹമായിട്ടുള്ള ഈ കുടുംബാംഗങ്ങൾക്ക് അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവരുടെ സംസ്കാര ചടങ്ങുകൾ ചെയ്യാനും സ്വന്തം ഭൂമിയിൽ സ്വന്തം നാട്ടിലേക്ക് എത്രയും വേഗത്തിൽ തന്നെ ആ മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പരാതി ഉയരുകയാണ്. ഏതായാലും വിമാന അപകടത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്കായി 500 കോടിയുടെ വെൽഫെയർ ട്രസ്റ്റ് രൂപീകരിച്ച് ടാറ്റ ഗ്രൂപ്പും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ടാറ്റ പ്രഖ്യാപനം നടത്തിയത്. ഏകദേശം അഗ 171 മെമ്മോറിയൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന പേരിൽ മുംബൈയിലാണ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന 1 കോടി ധനസഹായം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ടാറ്റ സൺസും ടാറ്റ ട്രസ്റ്റുകളും 250 കോടി വീതം ട്രസ്റ്റിന് നൽകും. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സ, അപകടത്തിൽ തകർന്ന BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം എന്നിവയ്ക്കും ട്രസ്റ്റ് നേതൃത്വം നൽകും. ടാറ്റ സൺസിന്റെ ജനറൽ കൗൺസിലറായ സിദ്ധാർത്ഥ് ശർമ്മ, S പത്മനാഭൻ എന്നിവരെ ബോർഡിന്റെ പ്രാരംഭ ട്രസ്റ്റിമാരായി നിയമിച്ചു.
കൂടുതൽ ട്രസ്റ്റികളെ ഉടൻ നിയമിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജൂൺ 12-നാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടൻ തകർന്ന് വീണ് അപകടം സംഭവിച്ചത്. വിജയ് മെഡിക്കൽ കോളേജിലെ 19 പേർ ഉൾപ്പെടെ ഏകദേശം 260-ലധികം ആളുകളാണ് മരിച്ചത്. വിമാനത്തിലെ ഒരു യാത്രക്കാരനൊഴികെ എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നിന്ന് അയച്ച മൃതദേഹങ്ങളുടെ DNA പരിശോധന ലണ്ടനിൽ നടത്തിയപ്പോഴാണ് ഇപ്പോൾ മൃതദേഹം മാറിയെന്ന വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം സന്ദർശിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇക്കാര്യം ഉന്നയിച്ചേക്കുമെന്നാണ് വിവരം. 52 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ ഉൾപ്പെടെ 270ഓളം ആളുകളാണ് അപകടത്തിൽ മരിച്ചത്. ഇപ്പോഴും അപകടത്തിൽ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പല ദുരൂഹതകളും ബാക്കി നിൽക്കുകയാണ്. അവസാനമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇതിൽ പൈലറ്റുമാർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇത് വന്നതിന് പിന്നാലെ തന്നെ പൈലറ്റുമാരുടെ തലയ്ക്ക് മുകളിൽ എല്ലാ കുറ്റങ്ങളും ചുമത്താനുള്ള നീക്കമാണ് വിമാന അധികൃതർ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൈലറ്റ് അസോസിയേഷൻ അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അബദ്ധത്തിൽ ഒരിക്കലും പൈലറ്റിന് സംഭവിച്ചിട്ടുള്ള പിഴവല്ല, മനഃപൂർവ്വമുള്ള ഒരു പിഴവാണ് അതെന്നാണ് കണ്ടെത്തിയത്. ഏതായാലും ഇപ്പോഴും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. വിമാനം പറന്നുയർന്ന് വളരെ നിമിഷങ്ങൾ, വളരെ സെക്കൻഡുകൾ മാത്രമാണ് പറന്നത്. അതിനുള്ളിൽ തന്നെ തീഗോളമായിട്ട് നിലം പതിക്കുകയായിരുന്നു. ഇതിൽ ആ സമയത്ത് പല ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരാളുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അത്രയേറെ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. കാരണം ഒരു ഫുൾ ടാങ്കാണ് ആ വിമാനത്തിൽ ആ സമയത്ത് ഇന്ധനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ ഉയർന്നത്. ഒരു തരത്തിലും വളരെ പെട്ടെന്നൊന്നും ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള അഗ്നിയായിരുന്നു പ്രദേശത്താകെ പടർന്നു പിടിച്ചത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് അഗ്നി പൂർണ്ണമായും അണയ്ക്കാൻ തന്നെ സാധിച്ചത്. അതിനിടയിൽ നിന്നാണ് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു വിവാദത്തിൽ മൃതദേഹങ്ങൾ മാറി നൽകിയെന്ന് പറയുന്ന പരാതിയിൽ ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.